കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം വികസിത ഭാരത സങ്കല്പത്തിന് കരുത്താകും. വികസിത കേരളത്തിനായി ഒരുമിച്ച് നിൽക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. This is not just a new port, but the beginning of a new era that will give Indian trade and logistics. വിഴിഞ്ഞം തുറമുഖം ഇനി സ്വപ്നമല്ല, യാഥാർത്ഥ്യം. Vizhinjam International Deepwater Multipurpose Seaport, Thiruvananthapuram, Kerala. A cherished dream etched in the hearts of our people for centuries turns into a glorious reality today. ആയിരങ്ങളെ സാക്ഷി നിർത്തി തുറമുഖം നാടിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി. നമുക്ക് ഓർമ്മിച്ച് ഒരു വികസിത് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും മോദി. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विझिंजम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. केरला के लोग जानते हैं, हमारे प्रयासों से पिछले 10 वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवे, रेलवे और एयरपोर्ट से जुड़ा विकास हुआ है. आयुष्मान भारत, प्रधानमंत्री सूर्यघर मुफ्त बिजली योजना, ऐसी अनेक योजनाओं से केरला के लोगों को बहुत लाभ हो रहा है. വിഴിഞ്ഞത്തേത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ലെന്നും വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണെന്നും മുഖ്യമന്ത്രി. തുറമുഖ നിർമ്മാണ ചെലവിന്റെ ഭൂരിഭാഗവും വഹിച്ചത് കേരളമാണെന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് ഇടതു സർക്കാരിനാണെന്ന് ആവർത്തിച്ച് പറയുന്നത് കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അങ്ങനെ നമ്മൾ ഇതും നേടി. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു